കോൺഗ്രസ് കൈവിട്ടതോടെ ബി.ജെ.പി. പാളയത്തിൽ ചേക്കേറി നാട്ടിക എം.എൽ.എ. സി മുകുന്ദൻ. തൃശൂരിൽ എൻ.ഡി.എ. വൈസ് ചെയർമാൻ പാർട്ടി അംഗത്വം നൽകി മുകുന്ദനെ സ്വീകരിച്ചു. നാട്ടികയിൽ മുകുന്ദൻ എൻ.ഡി.എ. സ്ഥാനാർത്ഥിയാകും. ബി.ജെ.പി. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് മുകുന്ദൻ പറഞ്ഞു. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാട്ടിക സിറ്റിംഗ് എം.എൽ.എ. സി മുകുന്ദൻ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അദ്ദേഹം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ മത്സരിക്കും. മുകുന്ദേട്ടാ, നമ്മൾ രാവിലെ കണ്ട് 10:30 കണ്ട് ഞാൻ തിരിച്ച് 11 മണിയായപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ താങ്കൾ ബി.ജെ.പിയിൽ എത്തിയിരിക്കുക. എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ കാലത്ത് തന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് നിങ്ങൾ എല്ലാവരും വിളിച്ച് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറയണ്ടായി. ഇപ്പം എന്നെ പറയുന്നില്ല. ഇപ്പം കണ്ടില്ലേ, തുറന്നു പറയാനുള്ള സൗകര്യം കിട്ടിയില്ല. ഇനിയും പറയേണ്ടി വരും. അത് ഭംഗിയായി ജനങ്ങളോട് പറയാനുള്ള അവസരം ഇപ്പം ലഭിക്കുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ കൂടെ. കോൺഗ്രസ് വഞ്ചിച്ചോ? എന്താണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു വഞ്ചനയല്ല പറയാം. എല്ലാവരും ഒന്നിച്ച് നിർത്തലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം. എന്തുകൊണ്ടാണ് ബി.ജെ.പി. തെരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി? നമ്മുടെ ജനങ്ങളുടെ താല്പര്യത്തിൽ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ച് അതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. ആ അടുപ്പത്തിൽ ഇവരും കൂടി 100% എൻ്റെ കൂടെ നിൽക്കും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾക്കപ്പുറം ചില കാര്യങ്ങൾ നാട്ടികയിൽ താങ്കൾക്ക് പറയാനുണ്ട്. അത് എന്തെല്ലാമായിരിക്കും? അത് ഞാൻ ഇതിൻ്റെ അടുത്ത കാലത്ത് വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ മണ്ഡലത്തിൽ 5 വർഷക്കാലം നടപ്പാക്കിയ വികസനത്തെ സംബന്ധിച്ച് സി മൂന്നൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വികസനം കൂടി പറഞ്ഞിട്ട് എൻ്റെ പത്രം ഇവിടെ ഉണ്ട്. ആ പത്രം എടുത്ത് വായിച്ചു. പ്രത്യയശാസ്ത്രം നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആയി മാറുകയാണോ താങ്കൾ? അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഇപ്പോഴത്തെ കാര്യം എന്താ, ഈ പ്രസ്ഥാനത്തോട് യോജിച്ച് ജനങ്ങളോട് അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. നാട്ടികയിൽ താമരയുടെ പ്രതിനിധിയാകും. തർക്കമില്ലല്ലോ തീർച്ചയായിട്ടും. ഓക്കെ, സി മുകുന്ദൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. ബി.ജെ.പിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് നാട്ടികയിൽ മത്സരിക്കും. അദ്ദേഹം ബി.ജെ.പി. പ്രതിനിധിയായി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പങ്കാളിയാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.